ഗ്രൂപ്പ് ഘട്ടം കടന്നു ചെന്നാൽ ബ്രസീലിനെ കാത്തിരിക്കുന്നത് നെതർലാൻഡ്സ്. അർജന്റീനയെ കാത്തിരിക്കുന്നതോ ഫുട്ബോൾ ലോകം കൊതിച്ചിട്ടും നടക്കാതെ പോയ ആ ഫൈനലിസിമ പോരാട്ടത്തിന്റെ ആവർത്തനം. യെസ്, സാക്ഷാൽ സ്പെയിൻ. പോർച്ചുഗലിന് റൗണ്ട് ഓഫ് 32-ൽ എതിരിടേണ്ടി വരുന്നത് കരുത്തരായ ഇംഗ്ലണ്ടിനെ. ഇപ്പോൾ പറഞ്ഞതെല്ലാം സെനാരിയോകളാണ്, സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ഒരുപോലെ സാധ്യതയുള്ള കാര്യം. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 4-ലുള്ള രാജ്യങ്ങൾ, അതായത് അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് എന്നീ 4 രാജ്യങ്ങൾ ഗ്രൂപ്പിൽ ജേതാക്കളാകുകയാണെങ്കിൽ സെമിക്ക് മുമ്പ് ഏറ്റുമുട്ടാത്ത വിധമാണ് ഫിഫ ഫിക്സ്ചർ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ടീമുകളിൽ ഏതെങ്കിലും ഒന്ന് ഗ്രൂപ്പ് ജേതാക്കളായില്ലെങ്കിൽ തന്നെ കാര്യങ്ങൾ മാറും. ഗ്രൂപ്പ് ഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കവേ നമുക്ക് പ്രധാന ടീമുകളുടെ അടുത്ത റൗണ്ട് എതിരാളികളെ പ്രെഡിക്റ്റ് ചെയ്യാം. ആദ്യം നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയിൽ നിന്ന് തന്നെ തുടങ്ങാം. 39-ാം വയസ്സിലും ഫുട്ബോൾ ലോകത്തെ തന്റെ വിരൽത്തുമ്പിൽ നിർത്തി റെക്കോർഡുകൾ ചവിട്ടിമെതിച്ചു മുന്നേറുന്ന ലയണൽ മെസ്സിയുടെ ആൽബി സെലസ്റ്റകൾ. ആദ്യ മത്സരത്തിൽ അൾജീരിയയെ തകർത്തു തുടങ്ങിയ അർജന്റീന ഗ്രൂപ്പ് ഘട്ടം കടന്നാൽ റൗണ്ട് ഓഫ് 32-ൽ അവരെ കാത്തിരിക്കുന്നത് അതിശക്തരായ എതിരാളികളാണ്. അർജന്റീന ഗ്രൂപ്പ് ജെ ചാമ്പ്യന്മാരായാൽ നോക്കൌട്ടിൽ അവർ നേരിടാൻ സാധ്യത ഗ്രൂപ്പ് എച്ചിലെ 2ാം സ്ഥാനക്കാരെയാണ്. പക്ഷേ ഗ്രൂപ്പ് എച്ചിൽ കാര്യങ്ങൾ ഇനിയും തീരുമാനമായിട്ടില്ല. ഒന്നുകിൽ കേപ്പ് വെർഡെ, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ വരികളായ സാക്ഷാൽ ഉറുഗ്വേ. ഇനി അതല്ല, ഗ്രൂപ്പ് എച്ചിലെ അവസാന മത്സരത്തിൽ ഉറുഗ്വയോട് പരാജയപ്പെട്ട് സ്പെയിൻ 2ാം സ്ഥാനക്കാരായാലോ റൗണ്ട് ഓഫ് 32-ൽ തന്നെ സ്പെയിനിനെ അർജന്റീനയ്ക്ക് നേരിടേണ്ടി വരും. മാർച്ചിൽ നടക്കാതെ പോയ ഫൈനലിസിമയുടെ ആവർത്തനം. യൂറോപ്യൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും നേർക്കുനേർ വരും. ഏറ്റവും അവസാനമായി 2018 മാർച്ചിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ 1-നെതിരെ 6 ഗോളുകൾക്ക് സ്പെയിൻ അർജന്റീനയെ തകർത്തിരുന്നു. പക്ഷേ ഇതന്നത്തെ അർജന്റീനയല്ല, അന്നത്തെ സ്പെയിനുമല്ല. ഇനി സ്പെയിനിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കിയാലോ, സൗദി അറേബ്യയെ 4 ഗോളിന് തരിപ്പണമാക്കി ലാ റോജാസ് തങ്ങൾ ലോകകപ്പ് ഫേവറേറ്റുകൾ തന്നെയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ ജേതാക്കളാകുകയാണെങ്കിൽ ഗ്രൂപ്പ് ജെയിലെ 2ാം സ്ഥാനക്കാരാണ് വരിക. അത് ഓസ്ട്രിയയോ അർജന്റീനയോ ആകാം. സ്പെയിൻ ഗ്രൂപ്പിൽ 2ാമതാകാനുള്ള എല്ലാ പോസിബിലിറ്റീസുമുണ്ട്. അങ്ങനെയെങ്കിലും ഇതേ ടീമുകൾക്ക് തന്നെയാണ് സാധ്യത. അഥവാ അവസാന മത്സരത്തിനിറങ്ങുമ്പോൾ സ്പെയിനിന് തങ്ങളുടെ ഗ്രൂപ്പിലെ കളി ജയിക്കുന്നതിനോടൊപ്പം ഗ്രൂപ്പ് ജെയിലെ സാഹചര്യങ്ങളിലേക്കും ഒരു കണ്ണുണ്ടാകും. സ്പെയിനും അർജന്റീനയും റൗണ്ട് ഓഫ് 32-ൽ തന്നെ ഏറ്റുമുട്ടുന്നത് ഫിഫയ്ക്കും താല്പര്യമുണ്ടാകില്ല. കാരണം വലിയ ആരാധക പിന്തുണയുള്ള ടീമുകളിലൊന്ന് ആദ്യമേ മടങ്ങും. പക്ഷേ സ്പെയിനും അർജന്റീനയും ഗ്രൂപ്പ് ജേതാക്കളാകുകയാണെങ്കിൽ ഇരു ടീമുകളും പിന്നീട് ഫൈനലിൽ മാത്രമേ മുട്ടാൻ സാധ്യതയുള്ളൂ. ഇനി ബ്രസീലിൻ്റെ സാധ്യതകൾ നോക്കാം. ആദ്യ മത്സരത്തിൽ തന്നെ കരുത്തരായ മൊറോക്കോയെ എതിരിടേണ്ടി വന്ന ബ്രസീലിന് റൗണ്ട് ഓഫ് 32-ൽ അതിശക്തരായ ഒരു എതിരാളിയെ ഉറപ്പാണ്. ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ നേരിടേണ്ടത് ഗ്രൂപ്പ് എഫിലെ 2ാം സ്ഥാനക്കാരെയാണ്. ഇപ്പോഴത്തെ സ്ഥിതി നോക്കിയാൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാകാനാണ് സാധ്യത. പക്ഷേ അവസാന മത്സരത്തിൽ സ്വീഡനും ജപ്പാനും കോർക്കാനുണ്ട്. ഇനി അവർ രണ്ടുപേരുമല്ലാതെ സാക്ഷാൽ നെതർലൻഡ്സ് തന്നെ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. നെതർലൻഡ്സിന് അടുത്ത മത്സരം താരതമ്യേന ദുർബലരായ ടുണീഷ്യയുമായാണ്. അത് വിജയിക്കുകയാണെങ്കിൽ നെതർലൻഡ്സ് മിക്കവാറും ഗ്രൂപ്പ് എഫിലെ 1ാം സ്ഥാനക്കാരാകും. പക്ഷേ ബ്രസീലിന് ഗ്രൂപ്പിൽ സ്കോട്ട്ലൻഡിനെതിരെ ഒരു മത്സരം ബാക്കിയുണ്ട്, മൊറോക്കോക്ക് ഹെയ്ത്തിക്കെതിരെയും. അതുകൊണ്ട് ഗ്രൂപ്പ് സി ജേതാക്കൾ ആരാകുമെന്നതിൽ ഇനിയും കൺഫ്യൂഷനുണ്ട്. ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചാൽ മൊറോക്കോക്ക് ഹെയ്ത്തിക്കെതിരെ വലിയ മാർജിനിലുള്ള വിജയം അത്യാവശ്യമാണ്. ബ്രസീൽ സ്കോട്ട്ലൻഡിനോട് സമനിലയിൽ കുരുങ്ങുകയോ തോൽക്കുകയോ ചെയ്താൽ 2ാം സ്ഥാനത്തേക്ക് ഇറങ്ങും. അങ്ങനെയെങ്കിൽ റൗണ്ട് ഓഫ് 32-ൽ എതിരാളി നെതർലൻഡ്സ് തന്നെ ആയേക്കാം. ഇനി നെതർലൻഡ്സിൻ്റെ കാര്യമോ, സ്വീഡനെ 5 ഗോളുകൾക്ക് തകർത്ത് വിട്ട് ഓറഞ്ച് പട തങ്ങളുടെ കരുത്ത് കാട്ടിയിട്ടുണ്ട്. പക്ഷേ റൗണ്ട് ഓഫ് 32-ൽ കരുത്തരായ ഒരു എതിരാളി അവർക്കുറപ്പാണ്. അത് ബ്രസീലാണോ മൊറോക്കോയാണോ എന്ന കൺഫ്യൂഷൻ മാത്രമേ നിലവിലുള്ളൂ. നെതർലൻഡ്സ് നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ 7ാമതാണ്, മൊറോക്കോ 6ാമതും ബ്രസീൽ 5ാമതും. അഥവാ റൗണ്ട് ഓഫ് 32-ൽ തങ്ങളെക്കാൾ ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ള ഒരു വമ്പൻ ടീമിനെ മാത്രമേ അവർക്ക് എതിരാളികളായി കിട്ടൂ. ഇനി ഈ ടൂർണമെൻറ്റ് ഫേവറേറ്റുകളിലൊന്നായ ഫ്രാൻസിൻ്റെ കാര്യം നോക്കാം. കിലിയൻ എംബാപ്പെ എന്ന വേഗതയുടെ രാജാവും മിഖേൽ ഒലീസ എന്ന പുതിയ തന്ത്രശാലിയും നയിക്കുന്ന ഫ്രഞ്ച് പട സെനഗലിനെ തകർത്തതോടെ അവർ നോക്കൌട്ടിലേക്ക് കടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ ഗ്രൂപ്പിൽ നോർവേ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതിനാൽ 6 ഗ്രൂപ്പ് ജേതാക്കളാകുമെന്ന കാര്യം സംശയത്തിലാണ്. ഫ്രാൻസ് ഗ്രൂപ്പായി ചാമ്പ്യന്മാരായാൽ റൗണ്ട് ഓഫ് 32-ൽ അവരെ കാത്തിരിക്കുന്നത് മറ്റ് ഗ്രൂപ്പുകളിലെ ഏറ്റവും മികച്ച 3ാം സ്ഥാനക്കാരാണ്. അതാരായിരിക്കുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ പ്രവചിക്കാൻ വയ്യ. ഇനി ഇംഗ്ലണ്ടിലേക്ക് വരാം. തോമസ് ടുഹേലിൻ്റെ ശിക്ഷണത്തിലെത്തിയ ഇംഗ്ലണ്ട് കിരീടത്തിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഗ്രൂപ്പിലെ ശക്തരായ ക്രൊയേഷ്യയെ അടിച്ചതോടെ ഇംഗ്ലണ്ട് വലിയ പ്രതീക്ഷയിലാണ്. ഗ്രൂപ്പ് എൽ ചാമ്പ്യന്മാരായി ഇംഗ്ലണ്ട് മാറിയാൽ റൗണ്ട് ഓഫ് 32-ൽ അവർക്ക് നേരിടേണ്ടി വരിക മികച്ച 3ാം സ്ഥാനക്കാരിൽ ഒരു ടീമിനെയാണ്. പക്ഷേ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായാൽ പണി കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് കെയിലെ 2ാം സ്ഥാനക്കാരാകും എതിരാളികൾ. അത് പോർച്ചുഗൽ ആകുമോ അതോ കൊളംബിയ ആകുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. പോർച്ചുഗലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പ്രവചിക്കാനാകില്ല.
ആദ്യ മത്സരത്തിൽ കോങ്കോക്ക് മുന്നിൽ കുടുങ്ങിയ പോർച്ചുഗൽ ശക്തമായി തിരിച്ചുവരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പോർച്ചുഗലിനെ ഗ്രൂപ്പ് ജേതാക്കളായാൽ അത്ര ആശങ്കയില്ല. മികച്ച 3ാം സ്ഥാനക്കാരാകും എതിരാളികൾ. പക്ഷേ ഗ്രൂപ്പിൽ രണ്ടാമതാകുകയാണെങ്കിൽ ശക്തരായ ഒരു എതിരാളിയെ കിട്ടും. ഇനി ഇംഗ്ലണ്ട് വന്നില്ലെങ്കിലും ക്രൊയേഷ്യയോ ഘാനയോ ആകാം എതിരാളികൾ. നിലവിൽ ഗ്രൂപ്പിൽ തന്നെ ഉസ്ബെക്കിസ്ഥാനെയും കൊളംബിയയും കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോർച്ചുഗൽ. അതിനുശേഷം മാത്രമേ അവർക്ക് റൗണ്ട് ഓഫ് 32 ഒരു കൺസേൺ ആകൂ. ഈ കൂട്ടത്തിൽ ജർമ്മനിക്ക് വലിയ ആശങ്കകളില്ല. നാഗൽസ്മാൻ്റെ തന്ത്രങ്ങളും ജർമ്മൻ ഡൈനാമിറ്റും കൊണ്ട് അവർ റൗണ്ട് ഓഫ് 32 യോഗ്യത 100% ഉറപ്പിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഇയിൽ അവർ 1ാം സ്ഥാനം ലോക്ക് ചെയ്തെന്ന് തന്നെ ഏതാണ്ട് പറയാം. കുറസാവോക്കെതിരെ 7 ഗോളുകൾ അടിച്ചതിനാൽ ആവറേജിലും മുന്നിലെത്തും. ബ്രാക്കറ്റ് പ്രകാരം ഗ്രൂപ്പ് ഇ ജേതാക്കളായ ജർമ്മനിയെ കാത്തിരിക്കുന്നത് മറ്റൊരു ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച 3ാം സ്ഥാനക്കാരാണ്. എന്നാൽ കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഫേവററ്റുകൾ ലിസ്റ്റിലുണ്ടായിരുന്ന ബെൽജിയത്തിൻ്റെ കാര്യം ഒട്ടും സേഫല്ല. ഇറാനോടും ഈജിപ്തിനോടും സമനിലയിൽ കുരുങ്ങിയ ബെൽജിയം നിലവിൽ ഗ്രൂപ്പിൽ 3ാം സ്ഥാനത്താണ്. അവസാന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഒരേയൊരു ലക്ഷ്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ?